UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. സൗദിയിലേക്ക് വരുന്ന ഇന്ത്യൻ വീട്ടുജോലിക്കാരുടെ സുരക്ഷ പരമാവധി ഉറപ്പുവരുത്തുന്നതിനേക്കായി നടപ്പാക്കിയ എമിഗ്രേഷൻ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിയമവിരുദ്ധമായി വിസ ഏജന്റുമാർ ഇന്ത്യൻ വനിതകളെ സൗദിയിലേക്ക് കടത്തുന്നത്. പ്രശ്നങ്ങൾ അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എംബസി ഉണർന്നു പ്രവർത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കാം. 12 കൊല്ലമായി നാടുകാണാനാവാതെ ഖത്തറിൽ കഷ്ടപ്പെട്ട പത്തനംതിട്ട ചിറ്റാൽ സ്വദേശി സഫിയ നാട്ടിലേക്ക് മടങ്ങി. സഫിയയ്ക്ക് ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്പോൺസർ ചെയ്ത ടിക്കറ്റ് മൺസൂറിലെ സോഷ്യൽ ഫോറം ഹെൽപ്പ് ഡെസ്കിൽ വെച്ച് ഖത്തറിലെ മാധ്യമ പ്രവർത്തകൻ അൻവർ പാലേരിയാണ് നൽകിയത്. സഫിയയ്ക്ക് ആവശ്യമായ ധനസഹായവും ക്വാളിറ്റി ഗ്രൂപ്പ് നൽകി. 24 വർഷങ്ങൾക്ക് മുമ്പാണ് ജോലിക്കാരിയായി സഫിയ ഖത്തറിലേക്ക് എത്തിയത്. 2004 അവർ അവസാനമായി കേരളം കണ്ടത്. സാമ്പത്തിക ബാധ്യതയും വിസ പുതുക്കാനുള്ള തടസ്സങ്ങളുമാണ് അവരുടെ നാടും വീടും കാണാനുള്ള സ്വപ്നങ്ങളിൽ വിലങ്ങുതടിയായത്. മക്കളുടെ വിവാഹത്തിനോ ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കോ ഇവർക്ക് പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. ദുബായിലെ ചരക്കു കപ്പലിൽ ക്യാപ്റ്റനായിരുന്ന കോഴിക്കോട് സ്വദേശി ഉസ്മാനെ സൊമാലിയയിൽ വെച്ച് കാണാതെയായിട്ട് ഇന്നേക്ക് 16 വർഷവും 2 മാസവും തികയുന്നു. ദുരൂഹതകൾ മാത്രം നിറഞ്ഞ ഉസ്മാന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഉസ്മാൻ സ്ഥിരമായിട്ട് കപ്പലിൽ പോകുന്ന ആളായിരുന്നു? കപ്പലല്ല, ലോഞ്ച് ആയിരുന്നു. എവിടെന്നാ? ദുബായിൽ നിന്ന് പോയതാ? അത് റാസൽ കൈമെന്ന് ചരക്കായിട്ട് പോയിരുന്നു. സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ അതിലിവർ പറഞ്ഞ് മിസ്സിങ് എന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ പറഞ്ഞ് കടലിൽ വീണ് പോയി എന്ന് പറഞ്ഞു. അവർ 2 റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുള്ളവർ. പിന്നെ അവർ നമ്മളോട് പറഞ്ഞ് ആൾ മരിച്ചിരിക്കുന്ന ഉറപ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ബോഡി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലത്തീഫ്, ഈ കമ്പനിയിലൊരു ക്യാപ്റ്റൻ ഉണ്ട്, ലത്തീഫ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്കൊരു ചെക്ക് തരുന്നുണ്ട്, അതിൽ നിങ്ങൾ ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ചോദിച്ചു എന്തിനാ ഒപ്പിടണം? ഞങ്ങൾക്ക് 2 ലക്ഷം ഉറുപ്പ്യ തരുന്നുണ്ടെന്ന് പറഞ്ഞു. 2 ലക്ഷം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ബോഡി ഒന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് വീടൊന്നുമില്ല, 2 ലക്ഷം കൊണ്ട് വീടൊന്നും ആവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലത്തീഫ് പറഞ്ഞു നിങ്ങളിത് വാങ്ങണ്ടെങ്കിൽ, ലത്തീഫ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ പി ആയിരുന്നു. മൂപ്പര് പറഞ്ഞ് ഇത് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ പൈസ നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ എന്നെ ഉമ്മനോട് പറഞ്ഞു നിങ്ങളിതിൽ ഒപ്പിടുമ്പോൾ അതിൻ്റെ രേഖ ഒക്കെ ഉണ്ട് ഇതിൽ, ഒപ്പിടുമ്പോൾ നിങ്ങൾ ഇനി ഈ കമ്പനിയോട് യാതൊരു ബന്ധം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. നിങ്ങളിതിൽ അങ്ങനെ ബന്ധപ്പെടാനേ പാടില്ല എന്ന് പറഞ്ഞു ഉമ്മാനോട്. ഉമ്മക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നോട്ടറി വക്കീലിനെ കൊണ്ടൊരു ലെറ്റർ എഴുതിയിട്ടാണ് അവർ ഒപ്പിട്ടിട്ടുള്ളത്. ഇതിൽ ശരിക്കും അവിടുത്തെ പേപ്പറാണ് കൊണ്ടുവരേണ്ടത് ഒപ്പിടാൻ, അതൊന്നല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഈ 16 വർഷത്തിൻ്റെ ശേഷം ഞാൻ ലത്തീഫിനെ ഇടയ്ക്കിടയ്ക്ക് കാണില്ല. ഞങ്ങളൊരു നൈബറായിട്ട് വരും ഈ പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇമ്മ തന്നെ ഈ ലത്തീഫിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനക്കൊരു വിസ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ലത്തീഫ് പറഞ്ഞ് ഈ കമ്പനിയിൽ കയറിയിട്ട് എൻ്റെ കഞ്ഞിൽ മണ്ണിടുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കമ്പനിയിൽ പോയിട്ടുണ്ടെങ്കിൽ ലത്തീഫിൻ്റെ കഞ്ഞിൽ മണ്ണിടുമെന്ന് പറഞ്ഞു. അത് നമുക്ക് അറിയണില്ല എന്താ സത്യാവസ്ഥ എന്നുള്ളതിൽ. ഇപ്പം പുള്ളിക്കാരൻ അവിടെ കോടികൾ ആസ്തിയായിട്ട് ഈ ഫ്ലാറ്റും വില്ലകളൊക്കെ എടുത്ത് നടക്കുക. അപ്പോൾ നിങ്ങൾ ഇതെന്താ അപ്പോൾ ഉസ്മാനെ കണ്ടെത്തലാണോ അതോ? നമ്മൾ കണ്ടെത്തലാണ്. അപ്പോൾ ഈ ലത്തീഫ് കണ്ടെത്തുന്ന ഇടയിലാണ് ഈ 2 ലക്ഷം ഉറുപ്പ്യായിട്ട് വന്നിട്ടുള്ളത്. ലത്തീഫ് പൈസ തന്നിട്ട് കാലം കുറേ ആയില്ലേ? എത്ര കൊല്ലായി? ഒരു 16 വർഷമായത്. 16 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലത്തീഫിനായിട്ടുള്ള വിരോധമാണോ നിങ്ങൾ അതിന് നയിച്ചത്? അല്ലല്ല, ഞങ്ങൾ ഉപ്പാന്റെ ഈ മരണത്തിനെ പറ്റിയിട്ട് എന്താന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞ് തെറിച്ചു പോയതാന്ന് പറഞ്ഞു. ഉസ്മാൻ മരിച്ചിട്ട് 16 കൊല്ലായി. നിങ്ങളെ വാപ്പല്ലേ? അന്ന് 16 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇവർ 16 വർഷം മുമ്പ് ഒരു ചെറിയ കുട്ടികളായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉസ്മാൻ 16 വർഷം മുമ്പ് അത്യപ്രത്യക്ഷനായി നിങ്ങളുടെ ഉമ്മയുടെ അടുത്ത്, നിങ്ങളെ ഉസ്മാൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് 2 ലക്ഷം രൂപ തന്ന് പോയി. നിങ്ങളതിന് ശേഷം ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ ലത്തീഫിനോട് നിങ്ങളൊരു വിസ ചോദിച്ച്, അതിനല്ലേ ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾ വിസ തന്നാൽ എൻ്റെ കഞ്ഞിയിൽ മണ്ണിടും എന്ന് പറഞ്ഞാൽ ലത്തീഫിന് നിങ്ങളുടെ ഉപ്പയുടെ മരണത്തിൽ എന്തോ സംശയമുണ്ട് എന്ന് നിങ്ങളിപ്പോൾ അനുമാനിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? ഇതിപ്പോൾ അടുത്താണ് നമ്മൾ അറിയണത്. ലത്തീഫ് അന്ന് ക്യാഷ് തന്ന് നമ്മളന്ന് ചെറിയ കുട്ടികളായിരുന്നു, നമ്മൾ അറിയില്ല സംഭവം എന്താണ് സംഭവിച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ ലത്തീഫിനോട് ഉമ്മ ഇപ്പോൾ ഒരു 2 വർഷത്തിനിടക്കാണ് ഈ വിസ ചോദിക്കുന്നത്. ഈ വിസ ചോദിക്കുമ്പോഴാണ് ലത്തീഫ് അറിയണത് ഈ കമ്പനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കഞ്ഞിൽ മണ്ണിടും എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് അതിലൊരു ചെറിയ സംശയങ്ങൾ കുടുങ്ങിയത്.
അല്ല നമുക്കിപ്പോഴേ അതിൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായ തെളിവുകളൊന്നുമില്ല. മരിച്ചു എന്ന് തന്നെയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. 2 ലക്ഷം റുപ്യ വളരെ കുറവായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊന്നുമല്ല ഒരു വ്യക്തി മരിച്ചാൽ കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ കമ്പനി നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ലത്തീഫ് കൂട്ട് നിന്നിട്ടുണ്ടാവാം. പക്ഷെ ആ കാലത്ത് നിങ്ങളത് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ ചെറുതായിരുന്നു, നിങ്ങൾ കുട്ടികളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളത് ഉന്നയിക്കുന്നത് ഇപ്പോൾ ലത്തീഫിനോട് തന്നെ നമുക്ക് പറയാവുന്നതാണ്, ലത്തീഫ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കുറേയും കൂടി സുതാര്യമായിട്ട് പെരുമാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗം കേട്ടിട്ടൊന്നുമില്ല. ഈ കുട്ടികൾ വന്ന് പറയുന്നതാണ്, അതായത് ഒരു വിസ ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അത് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സംശയം ഉണ്ടായി, പ്രവാസ ലോകത്തിൽ വന്നു. അപ്പോൾ ഞങ്ങളിതിനെക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിക്കാനൊന്നും ഇപ്പോൾ തയ്യാറില്ല. എന്തായാലും ഉസ്മാൻ 16 വർഷമായിട്ട് നാട്ടിലേക്കില്ല, ഏതാണ്ട് മരണപ്പെട്ടതായിട്ട് തന്നെയാണ്. ഈ ഇതിൽ ലോഞ്ചിൽ പോയ ഒരാളാണ്, അധ്വാനിയായിരുന്നു, ഒക്കെ ശരിയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ സംശയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലത്തീഫിനെ പോലെ ഉയർന്ന നിലവാരമുള്ള ഒരാൾ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സംശയങ്ങൾ മാറ്റി കൊടുക്കുക, അവരെ സഹായിക്കാൻ പറ്റുന്ന നിലയിൽ സഹായിച്ചു കൊടുക്കുക. ഉസ്മാനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ അന്വേഷിക്കണോണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ പറഞ്ഞ ലത്തീഫിനും മറ്റുള്ളവർക്കൊക്കെ ഉസ്മാൻ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചെറിയ ദുരൂഹതകളുണ്ട്, അതൊന്നും ഇല്ലാതെ ഞാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളത് അവരെ നിന്ന് ഒപ്പിട്ട് 2 ലക്ഷം റുപ്യ വാങ്ങിച്ച്, അതായത് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്നുള്ള നിലയിൽ അതിലൊക്കെ അവർക്ക് ചില അതൃപ്തികളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ലത്തീഫ് ഇപ്പോൾ ഈ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ ആ കുടുംബത്തിന് കൊടുക്കണം. ഇതിൽ ഇവര് ഈ അതായത് ഗവൺമെന്റുമായിട്ടും നിങ്ങളുടെ MP ആരാ? എം കെ രാഘവൻ വഴി ഒരു ലെറ്റർ ഇന്ത്യൻ കൗൺസിലേറ്റിന് അയക്കുക, ദുബായിലെ കൗൺസിലേറ്റിന്. ഈ കഫീൽ ഇന്ന ആളാണ്, ഇയാൾ എൻ്റെ ഇപ്പോൾ 16 വർഷത്തിൽ എഴുതാനായിട്ട് 2 ലക്ഷം റുപ്യ ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന കാലത്ത് തന്നു പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ നിങ്ങൾ MP ക്ക് കൊടുത്താൽ MP ആ ലെറ്റർ കൗൺസിലേറ്റിന് അയാളുടെ കവറിംഗ് ലെറ്ററോടുകൂടി ഫോർവേഡ് ചെയ്യും. നമ്മളിത് 2013 മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നു. 2013 3 വർഷം മുൻപ് മുഖ്യമന്ത്രി അവിടുത്തെ ദുബായ് കൗൺസിലേറ്റിന് അയച്ചിട്ട് അതിൽ ഫുൾ കമ്പനീൻ്റെ അഡ്രസ്സ് വെക്കാൻ പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ അഡ്രസ്സ് കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ലത്തീഫിനോട് നമ്മൾ ഇതിൻ്റെ പാസ്പോർട്ട് ചോദിച്ചിരുന്നു. ഉപ്പാൻ്റെ പാസ്പോർട്ട് ചോദിച്ചാൽ ലത്തീഫ് പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്നാണ് പാസ്പോർട്ട്. അത് നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കണം ലത്തീഫിൻ്റെ പേരിൽ. അതായത് പോലീസിൽ പരാതി കൊടുത്ത സമയത്ത് പോലീസ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അവിടെ ദുബായിൽ നടന്ന സംഭവമാണെന്ന് പറഞ്ഞു. അവിടെ നടന്നതുകൊണ്ട് അവിടുത്തെ നിയമങ്ങളുമായിട്ട് എന്താവണം, അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. അവിടെ നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കണം. അതായത് ഇതിൽ ബന്ധപ്പെടാവുന്നത് എംബസി മാത്രമാണ്, നോ വൺ എൽസ്. അതായത് ഇത്തരത്തിലുള്ള കമ്പനികളുമായിട്ട് കേസിന് പോകാൻ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏക ബോഡി ഒരു മാത്രമാണ്. എല്ലാ എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരി, ഞങ്ങൾ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പനി അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അവർ നമുക്ക് ഈ ലെറ്റർ തന്നിട്ടുണ്ട്, ഈ ലെറ്റർ ഇങ്ങനത്തെ ഒരു കമ്പനി അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് നമുക്കൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ലത്തീഫിനെ ചെയ്യാൻ പറ്റുള്ളൂ. ലത്തീഫിന് ഇവിടുത്തെ ലോക്കൽ പോലീസിൽ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അവിടെ പോയാൽ ലത്തീഫില്ല, ആ കമ്പനി അറിയില്ല. അതായത് ഇതിലെ ഏറ്റവും വലിയ ഒരു ഇതെന്താ വെച്ചാൽ ഇതിൽ തെറ്റുകൾ ചെയ്തെന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്ക് ഏറ്റവും സഹായിക്കപ്പെടുന്നത് ഈ ഒരു സംഭവങ്ങളാണ്. അതായത് ഇന്നലെ തുടങ്ങിയ സംഭവം എന്നല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടിത് കുറേ മുന്നായി. അതായത് ലാസ്റ്റ് ഒരു പക്വത വന്ന സമയം മുതൽ ഇവർ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് അതെന്തായതാണ് അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് ഈ 16 വർഷം മുമ്പ് നടന്ന സൊമാലിയയിൽ വെച്ച് നഷ്ടപ്പെട്ട ലോഞ്ച് ഏതാണെന്നും
ഉസ്മാൻ ഇറങ്ങുന്ന ആളുകൾ ഏത് ഇതിലാണെന്നും അവിടെയുള്ള മലയാളികൾക്ക് അറിവുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഈ പ്രവാസ ലോകത്തെ അറിയിക്കണമെന്നും ലത്തീഫ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും പറയാം. അല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഞങ്ങളൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത് 16 വർഷം മുമ്പ് സൊമാലിയയിൽ അപകടപ്പെട്ട ലോഞ്ച് ആരുടേതാണെന്നുണ്ടെങ്കിൽ റാസൽ കൈമയിലുള്ള പ്രവാസി മലയാളികൾ, ഇപ്പോൾ നമ്മളെ അഷ്റഫിനെ പോലുള്ള ആളുകളുണ്ടാവും, മലയാക്കലിനെ പോലുള്ള, അവർക്കൊക്കെ ചിലപ്പോൾ ഈ ലോഞ്ച് അപകടത്തെക്കുറിച്ചോ അറിവുണ്ടെങ്കിൽ ഈ കുടുംബത്തെ അറിയിക്കണം. അതുപോലെ തന്നെ ലത്തീഫ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഇടപെടുകയും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇതുണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഞങ്ങളെ അറിയിക്കുക ഈ അപകടവുമായി ബന്ധപ്പെട്ട. അതിൻ്റെ അറബികൾ ആരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരും അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ഒരു സഹായകരമായിട്ടുള്ള നിലപാടായിരിക്കും അത്. ഇവർ ദീർഘകാലമായിട്ട് ഇതിന് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. ഓക്കെ. ഒന്നര വർഷം മുമ്പ് ഡൽഹിയിൽ നിന്നും വീട് വിട്ടിറങ്ങിപ്പോയ ഭർത്താവിനെ തേടിയാണ് ഷഫീന ഇന്ന് പ്രവാസി ലോകത്തിലെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇവർ നടത്തുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് ചില കടപ്രശ്നങ്ങൾ തങ്ങൾക്കിടയിലുണ്ടെന്ന് ഷഫീന ഇവിടെ ബോധിപ്പിക്കുന്നു. സൈനുദ്ദീൻ ഇപ്പോൾ ദുബായിലാണ് ഉള്ളതെന്നാണ് ഷഫീനയുടെ വിശ്വാസം. എത്ര കാലമായി ഡൽഹിയിൽ? ഞങ്ങൾ 10 വർഷത്തോളമായി. എവിടെയാണ് സ്ഥലം? നിസാമുദ്ദീൻ. ഔലിയുടെ തൊട്ടടുത്താണ്? അടുത്ത. അതിൻ്റെ ഉള്ളിൽ തന്നെ? അല്ല, റോഡ് സൈഡില്ല, ദർഗയുടെ ഉള്ളിലല്ല, പുറത്ത് റോഡിൽ. എങ്ങനെ ഡൽഹി ചെന്ന് വിട്ടു? ഡൽഹിയിൽ ചെന്ന് വിട്ടെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചത് 2005-ലാണ്. 2005 കല്യാണം കഴിച്ചിട്ട് എന്നെ അന്ന് ചെന്നൈയിലായിരുന്നു പുള്ളി പണി. എനിക്ക് അവിടെ ആ പണി എന്നൊക്കെ പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് അവിടെ പോയതാണ്. അവിടെ ഇതുപോലെ കുറേ പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ ആക്കിയിട്ട് ആരെ കണ്ടാലും ഈ പൈസ പ്രശ്നം ഇങ്ങനെ പേടിക്കൽ, കൊടുക്കൽ, തിരിച്ചു കൊടുക്കൽ, മേടിക്കലൊക്കെ ആവും. അങ്ങനെ ആയി. അവിടെ നിന്ന് പിന്നെ നാട് വിടേണ്ട ഒരു സ്റ്റേജ് വന്നിട്ടാണ് ഡൽഹിയിൽ വരുന്നത്. ഡൽഹിയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു പ്രശ്നത്തിലും ചെന്ന് തലയിടരുത്, എന്ത് കഷ്ടപ്പെടാനും ഞാൻ തയ്യാറായി, ഞങ്ങൾ ഹോട്ടലിൽ തുടങ്ങുന്നെങ്കിൽ തുടങ്ങി അങ്ങനെ ജീവിക്കാമെന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഈ ഹോട്ടൽ തുടങ്ങുന്ന ഞങ്ങൾ. ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ വന്നിട്ട് 10 വർഷത്തോളം വന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് അങ്ങനെ ജീവിച്ചിട്ട് കുറച്ച് ഇതിനിടയിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ടാക്കി. വീട് വർക്കല? എൻ്റെ വീട് വർക്കല, പുള്ളി കണ്ണൂരാണ്. അത് എൻ്റെ ഈ മറ്റു വിവാഹം എന്തൊക്കെ വേർപെട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ പത്രത്തിൽ വന്ന പരസ്യത്തിൽ നിന്നും ഇവര് അവിടെ അവരുമായിട്ട്. നിങ്ങൾ ആദ്യം വിവാഹം കഴിച്ച് അതിൽ മക്കളുണ്ട്? 2 കുട്ടികളുണ്ട്. 2 മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഡൈവേഴ്സ് ചെയ്തത്? ഡൈവേഴ്സ് ആയത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെ മദ്രാസിലെത്തി? ഈ പുള്ളി കല്യാണം കഴിച്ചു കൊണ്ടുപോയതാ എന്നെ നാട്ടിൽ നിന്ന്. അത് ശരി. ഈ പത്രപരസ്യത്തിലൂടെയാണ് വർക്കലക്കാരിയായ നിങ്ങളെ കണ്ണൂർക്കാരനായ സൈനുദ്ദീൻ, എന്തായാലും സൈനുദ്ദീൻ അന്ന് എന്നോട് പറഞ്ഞത് മുഹമ്മദ് എന്നാ പേരെന്ന് പറഞ്ഞതാ. എന്നോട് കണ്ണൂരാണ് പറഞ്ഞില്ല. കണ്ണൂർ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പുകാരനാണ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ വേറെ കല്യാണം കഴിച്ചിരുന്നോ? വേറെ ആദ്യ ഭാര്യ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. ആ, നിങ്ങൾക്ക് 2 ആൺകുട്ടികൾ, അയാൾക്ക് 3 ആൺകുട്ടികൾ. വലിയ പടയാണ്, 5 ആള്. എന്നിട്ട് അദ്ദേഹം അവരെ ഒഴിവാക്കിയിട്ടാണോ നിങ്ങളെ കല്യാണം? അവര് ഒഴിവാക്കിയിട്ടില്ല, അവരുമായിട്ട് പോയി പിരിഞ്ഞിട്ട് 8 വർഷത്തോളം ആയെന്ന് പറഞ്ഞു. പത്രപരസ്യത്തിലൂടെ നിങ്ങൾ എഗ്രി ചെയ്യുന്നു, അയാളും എഗ്രി ചെയ്യുന്നു അല്ലേ? വിളിച്ചിട്ട് കല്യാണം വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടാണ്? നിങ്ങൾ കണ്ണൂർ പോയിട്ടുണ്ടോ? കണ്ണൂർ പോയിട്ടില്ല. നിങ്ങൾ തലപ്പറമ്പിൽ പോയിട്ടില്ല? അദ്ദേഹം ഇങ്ങോട്ട് വരിക ചെയ്ത്? ഇങ്ങോട്ട് വരിക ചെയ്ത്. അങ്ങനെ നിങ്ങൾ പിന്നെ ചെന്നൈയിലേക്ക് 2 ആളും കൂടിയിട്ട്? അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്ത് ജോലിയായിരുന്നു നിങ്ങൾക്ക്? അവിടെ എന്നോട് പറഞ്ഞത് എക്സ്പോർട്ടിങ് ആണെന്നാ പറഞ്ഞത്, ചെമ്മീൻ്റെ. പക്ഷെ അതൊന്നും അല്ലായിരുന്നെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു, ഒരു പണിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തം ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളായിരുന്നു അയാൾക്ക്. ഇതിപ്പോ ഈ പരിപാടി കാണുകയാണെങ്കിൽ ചെന്നൈയിൽ നാട്ടിലെ മൂത്ത ആൾക്കാർക്ക് ഈ ആൾക്കാർ പറിച്ചറിയാം. അതുകൊണ്ട് ഫോട്ടോ ഇതിൽ ഡെഫിനറ്റ് ആയിട്ട് ഫോട്ടോ കൊടുക്കണം. ഇത് പറയാൻ വേണ്ടിയാണ് അവിടെ വന്നത്? അല്ല, അത് പറയാൻ വേണ്ടിയല്ല.
വെച്ചാൽ എന്നിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടും വസ്തുവും പുള്ളി വിറ്റ്. എനിക്ക് എന്നോട് പറഞ്ഞത് ബോംബെയിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അത് ഞാൻ വിറ്റിട്ട് നേരെ ഒരു നല്ല ഒരെണ്ണം വാങ്ങി തരാമെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ വസ്തുവും വീടും വിറ്റതാണ്. എനിക്ക് അത് എൻ്റെ കണ്ടീഷനിൽ ഞാൻ ഇപ്പം നാട്ടിൽ പോകാനോ എനിക്ക് അവിടെ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് എൻ്റെ അത് തിരിച്ചു കിട്ടണം. എത്ര രൂപ? അന്ന് 10 വർഷമായി 5.5 ലക്ഷം രൂപയ്ക്ക് വിറ്റതാ വീടും. ഇവിടെ വന്ന ഉദ്ദേശം പുള്ളി ഇപ്പൊ ഇതെല്ലാം കുറെ പൈസ പ്രശ്നം അവിടെ ദുബായിക്ക് പോയി. അവിടെ ഭാര്യയും മക്കളുമായിട്ടാണ് ഒപ്പം ഉള്ള ബന്ധം. അവര് ആദ്യം ഭാര്യയും മക്കളുമായിട്ടാണ് ഇപ്പൊ ഉള്ള ബന്ധം. അവരായിട്ട് ലോഹിയായി നിങ്ങളെ പുറത്താക്കി. അത് എന്നോട് പറഞ്ഞു എനിക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞിരുന്നതാ നേരത്തെ കുട്ടിയൊക്കെ. അപ്പൊ അവര് കാശുകാരായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ, എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് വെച്ചാൽ എൻ്റെതെല്ലാം അയാളാ നശിപ്പിച്ചത്. അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി, കാല് ചവിട്ടി അങ്ങോട്ട് മാറിയതാ. മാറി മൂത്ത മോനെ കണ്ട് ദുബൈയിൽ ഇപ്പൊ കൊണ്ടുപോയി. ഇപ്പൊ ദുബൈയിൽ ഉണ്ടെന്ന അറിവുണ്ട്. എനിക്ക് എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിച്ചു തന്നതാ വയസ്സാ ടൈമിൽ. എനിക്കത് തിരിച്ചു കിട്ടണം. എനിക്ക് വാങ്ങി തരാന്നുള്ള രേഖ തന്നിട്ടാ എനിക്കത് വിറ്റത്. അങ്ങനെ ഇപ്പോഴുള്ള ഡിമാൻഡ് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഭർത്താവായിട്ട് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്ന് പറഞ്ഞാൽ അവർ പോയി ഇവിടെ നിന്ന് കഴിഞ്ഞ 2015 ജൂലൈ 6 ഇവിടെ നിന്ന് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോയ ആള് ജൂലൈ 16 എന്നുള്ള ട്രെയിനിൽ എനിക്ക് തലാക്ക് ലെറ്റർ അയച്ച്. അത് എന്ത് പറഞ്ഞാൽ അവർ പറഞ്ഞ് അവരെ വൈഫും മക്കളും എല്ലാം കൂടി പറഞ്ഞ് അവർക്ക് തലാക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. അത് അങ്ങനെ ലെറ്റർ നിങ്ങളെ പ്രശ്നങ്ങൾ തീർത്തു തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രശ്നം അതെനിക്കറിയില്ല, അത് അവരോടാ പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാം. നിങ്ങൾ ഈ തലാക്ക് കിട്ടിയാല് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി എന്താ വെച്ചാൽ ഈ തലാക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കടങ്ങൾ തരണം. നിങ്ങളിപ്പോൾ ഏതായാലും നാട്ടിൽ വന്നിരിക്കല്ലേ, വർക്കിലേ പോയി ഒരു വക്കീലിനെ കണ്ട് ആ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അത് ഒരു കത്ത് ജമാഅത്ത് കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്യാം. ഇപ്പോൾ ദുബായിലുണ്ട്. നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയാൽ മതി, അയാൾ ആവശ്യമില്ല. ഇല്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടിയത് നിങ്ങൾ അങ്ങ് ജീവിച്ചു പോക്കോളൂ. അത്രയുള്ളൂ. ഡിമാൻഡ് വളരെ സിമ്പിളാണ്. നന്നായി. ദുബായിലെ പ്രവാസ ലോകം പ്രവർത്തകരോടും സൈനുദ്ദീൻ എന്ന് പറയുന്ന ആളോടും കൂടിയാണ്. ഇതിൽ രണ്ടു കൂട്ടരും മക്കളുള്ളവരും വീണ്ടും വിവാഹം കഴിച്ചവരും. നിങ്ങൾക്കും ആൺകുട്ടികളുണ്ട്, ഇവർക്കും ആൺകുട്ടികളുണ്ട്. ഇവരുടെ പരാതി നിങ്ങൾ അവരുടെ സ്വത്ത് വിറ്റു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ ഇനി താല്പര്യമില്ല സൈനുദ്ദീൻ. അപ്പോൾ സൈനുദ്ദീനും സൈനുദ്ദീൻ്റെ പുത്രന്മാരും ചെയ്യേണ്ടത് ഒരു സ്ത്രീയുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തലാക്ക് ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കണം. അതൊരു ന്യായമായ ആവശ്യം. അവർക്കും ഇപ്പോൾ നിങ്ങളെ ആവശ്യമില്ല. അവരുടെ ജീവിതം, അവർ 2 മക്കളുണ്ട്, ആൺമക്കളുണ്ട്. 20 വയസ്സായും 18 വയസ്സായ 2 ആൺമക്കളുണ്ട്. അവരുമായി ജീവിതം തുടർന്നു പോകാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ അവരൊരു ഷണ്ടക്കില്ല നിങ്ങളായിട്ട്. നിങ്ങൾ കൊടുത്ത കാശ് അവർക്ക് കിട്ടണം, അതവരുടെ ഒരു ആവശ്യം. വേണ്ട നിലയിൽ പരിഗണിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി മക്കളും ഉപ്പാനെ ഉപദേശിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോരെ? ശരി. സൈനുദ്ദീൻ എന്തിന് ഷഫീനയെ വിട്ടുപിരിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഷഫീനയ്ക്കിനി സൈനുദ്ദീനെ വേണ്ട. സൈനുദ്ദീൻ ഷഫീനയിൽ നിന്നും കൈയടക്കിയ സ്വത്തുക്കൾ തിരിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകം ഇവിടെ അവസാനിക്കുന്നു.